ഹലോ, വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. സാധാരണ കേക്ക് മിക്സിങ്ങിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കേക്ക്, കൊച്ചു പിള്ളേർക്ക് വരെ ഉണ്ടാക്കാവുന്ന കേക്കാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. കേക്കിന് വേണ്ടി 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു നുള്ളുപ്പ്, അത് മതി. ഇതെല്ലാം ചേർത്ത് ഇടഞ്ഞു വെച്ചതാണ്. പിന്നെ 1 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര, 1 കപ്പ് ഇല്ലെങ്കിൽ 1/4 കപ്പ് ആയാലും മതി. 2 മുട്ട, 1/2 കപ്പ് പാലിൽ 1 സ്റ്റിക്ക് ബട്ടർ, 100 ഗ്രാം ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ബട്ടറും പാലും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. ആദ്യം ബട്ടറും പാലും കൂടെ ഒന്ന് ചൂടാക്കിക്കൊണ്ട് വരാം. സെവൻ ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓവൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനും വെച്ചിട്ടുണ്ട്. പാലും ബട്ടറും കൂടെ ചൂടാക്കി ബട്ടറൊക്കെ നന്നായി ഉരുക്കി. ഇനി നമുക്ക് ഈ മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായി ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ഫ്ലഫി ആയിട്ട് മുട്ടയുടെ മഞ്ഞ നിറമൊക്കെ മാറി ഒരു ഓഫ് വൈറ്റ് കളറിലേക്ക് വരണം. അതുവരെ ബീറ്റ് ചെയ്യണം. മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ശകലം വാനില എസൻസ്, 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കാം. എസൻസിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റർ ഇല്ലാത്തവർ ബലൂൺ വിസ്ക് ഉപയോഗിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാം, പക്ഷേ കൂടുതൽ സമയമെടുക്കും. ഇനി നമുക്ക് ഈ മൈദ കുറേശ്ശെ ഈ എഗ് മിക്സ്ചറിനകത്തേക്ക് ചേർക്കാം. മൈദ ചേർക്കുമ്പോൾ പതുക്കെ ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്താൽ മതി. സ്പാച്ചില വെച്ച് ഇളക്കിയാലും മതി. ഓവർ ബീറ്റ് ചെയ്യരുത്, കേക്ക് ശരിയാവില്ല. പറക്കാതിരിക്കാനായിട്ട് ഇങ്ങനെയൊന്ന് ഇനി നമുക്ക് ഈ പാലും മുട്ടയും കൂടെ ചൂടാക്കിയത്, പാലും ബട്ടറും കൂടെ ചൂടാക്കിയത് ഇതിനകത്തേക്ക് ചേർക്കാം. ഇപ്പോഴും നല്ല ചൂടുണ്ട്, ചൂടോടെ തന്നെ ചേർക്കണം. കുറേശ്ശെ ഈസി അല്ലേ? കൊച്ചു പിള്ളേർക്കൊക്കെ ഉണ്ടാക്കാം. പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് വെക്കേഷനൊക്കെ ആയി കഴിയുമ്പോൾ പിള്ളേരെല്ലാവരും കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കണം കേട്ടോ.
ഇടയ്ക്ക് മൈദയുടെ കട്ടകൾ വല്ലതും അതിനകത്ത് കിടപ്പുണ്ടോ എന്നൊക്കെ നോക്കിക്കോണേ. നല്ല സ്മൂത്ത് ബാറ്റർ ആയിരിക്കണം. നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ആദ്യകാലത്തൊക്കെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിന് ഒരു തരി പോലും കളയുകയല്ലായിരുന്നു. ഇതൊക്കെ ഓരോ കേക്കിൻ്റെ തരിയാകേണ്ടതാണ് എന്ന് പറഞ്ഞ് മുഴുവൻ അതിനകത്തേക്ക് ഒഴിക്കുമായിരുന്നു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഓവനിലേക്ക് മാറ്റാം. ഒരു 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു 40 മിനിറ്റ് വെക്കാം. അത്രയൊന്നും വേണ്ടി വരില്ലായിരിക്കും. നോക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റ് ബട്ടറി സ്പോഞ്ച് കേക്ക്. നിങ്ങളുടെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ.